ഹലോ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാവേരി ഇംഗ്ലീഷിലെ രണ്ടാമത്തെ കവിതയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു നമ്മുടെ സീരീസ്, വീഡിയോസ് ഓഫ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള അറിഞ്ഞാൽ സന്തോഷം. കുറേ കോമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ലെസണിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ് ഹോണറിങ് അവർ വൊക്കേഷൻസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത സമയത്ത് പിന്നെ കുട്ടികളോട് ചോദിച്ചിരുന്നു എന്താണ് വൊക്കേഷൻ. അപ്പോൾ വൊക്കേഷൻ കുറച്ച് കുട്ടികൾക്ക് അറിയില്ല. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? ജോബാണ്. ഓക്കെ, വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജോബാണ്. അപ്പൊ ഗിഫ്റ്റ് ഓഫ് ഗ്രേസ് ഹോണറിങ് അവർ വെക്കേഷൻ. അപ്പൊ ഈ ലെസണിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിന്റെ മെയിൻ ഡീറ്റെയിൽസ് ഒന്ന് ഇത് ചെയ്തിട്ട് പോവാം. ഓക്കെ. പോയം. അപ്പൊ ഇതിന്റെ മെയിൻ ഒരു തീം എന്ന് പറയുന്നത് ഡിഗ്നിറ്റി ഓഫ് വൊക്കേഷൻ ആണ്. റീഡിംഗ് ഫോർ അപ്രീഷിയേഷൻ. സോ ദിസ് ഇസ് എ പോയം. I hear Bharat celebrating the varied vocation. I hear those of craftsmen, each one celebrating their craft woven with colors and myriad hues. The artisans with lutes, each hailing varied emotions and celebrating dreams. ഇങ്ങനെ തുടങ്ങുന്ന കവിതയാണ്. അപ്പോൾ ഈ കവിതയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഇതിന്റെ ഓതർ എന്ന് പറയുന്നത് അനോണിമസ് ആണ് കേട്ടോ. അനോണിമസ് എന്ന് പറഞ്ഞാൽ അൺനോൺ, ആരാന്ന് അറിയില്ല നമുക്ക്. Okay, so we're just going to start it, the details. Okay, so author anonymous ആണ്. anonymous ആണ് unknown, നമുക്ക് അറിയില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് അറിയില്ല ആരാണെന്നുള്ളത്. പിന്നെ ഇതിന്റെ കീ തീം എന്ന് പറയുന്നത് ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഡിഗ്നിറ്റി, നമ്മൾ അതിന്റെ മഹത്വം അല്ലെ, ലേബറിന്റെ ജോബിന്റെ മഹത്വം. പിന്നെ സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി, നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത ജോബുകളുണ്ട്. ആൻഡ് വർക്ക് ആസ് ഐഡന്റിറ്റി, ഹാർമണി ആൻഡ് കമ്മ്യൂണിറ്റി, ഇതൊക്കെയാണ് ഇതിന്റെ തീമായിട്ട് വരുന്നത്. പിന്നെ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുമ്പോൾ ഇന്ത്യാസ് ട്രഡീഷൻ ഓഫ് സ്കിൽസ്, ക്രാഫ്റ്റ് ആൻഡ് എക്സെട്ര. പിന്നെ വരുന്നു നമ്മൾ ലെസൺ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ചും കാർപ്പൻറ്റേഴ്സ്, നമ്മളെ ക്രാഫ്റ്റ്സ്മാൻസിനൊക്കെയാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇനി നമുക്ക് സമ്മറി നോക്കാം. സമ്മറി, സ്റ്റാൻസ വൈസ് സമ്മറി നോക്കാം. So opening line, I hear Bharat celebrating the varied vocations I hear. So the poem opens with the poet as a listener. I hear, ഞാൻ കേൾക്കുന്നു അല്ലേ. They hear the sounds of India, not speeches or festivals, but the sounds of people working. The word celebrating is a key here, and even the act of working is framed as a celebration. So ഇവിടെ act of working is considered as celebration. Okay. Then craftsperson, those of craftspersons, each one celebrating their craft woven with colors and myriad hues. Okay, myriad എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ, ഡിഫറെന്റ്, മെനി എന്നൊക്കെ അർത്ഥം വരുന്ന. ഓക്കെ. The poet introduces the craftsperson, a broad group of skilled makers. ക്രാഫ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ ക്രാഫ്റ്റ് പേഴ്സൺസ് എന്ന് കൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. അവരുടെ വർക്ക് എന്ന് പറയുന്നത്, ക്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വൂവൺ വിത്ത് കളേർഡ് ആൻഡ് മിരിയാഡ് ഹ്യൂസ്. അവരുടെ വർക്കുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നിറങ്ങളിലും വ്യത്യസ്തമായിട്ട് നിറങ്ങളിൽ ആണെന്ന് പറയുന്നത്. ആ നിറത്തിനെ ഇവിടെ കമ്പയർ ചെയ്യുന്ന അവരുടെ ജോബ് വ്യത്യസ്ത ഇതിലാണെന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ when we are going to another one here, this highlight is mainly, this is focusing, suggesting richness, variety and artistic beauty. And the word woven also connect to the physical act of weaving, one of India's most ancient craft. The second stanza-യിലേക്ക് പോകുമ്പോൾ, the artisans with the lutes, each hailing varied emotion and celebrating dreams, echoing in the streets. So artisans are shown alongside lutes. Lute എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്.
And this is connecting their hard work with music. Their work echoes in the streets. It's public life, living and joyful. Their dreams or emotions are poured into the craft. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇതിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റാൻസയുടെ ഫസ്റ്റ് സ്റ്റാൻസ, I can hear India rejoicing. The sound of many different kinds of work fill my ears. And those of craft person, each one celebrating their craft, woven with colors and myriad hues. I hear the craftspeople, each one joyfully engaged in their work, which is rich with color and variety, like a piece of woven cloth. ഒരു വൂവൺ ചെയ്തിട്ടുള്ള ഒരു ക്ലോത്തിൽ വ്യത്യസ്ത നിറങ്ങൾ കാണില്ല, അതുപോലെ ഉള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള കരവിരുതുകളുള്ള ആളുകൾ, സ്കില്ലുള്ള ആളുകളാണ് ഇന്ത്യയിലുള്ളത് എന്ന് പറയാണ്. പിന്നെ നെക്സ്റ്റ് ലൈനിൽ വരുമ്പോൾ ദ ആർട്ടിസൻസ് വിത്ത് ലൂട്ട്സ് ഈച്ച് ഹെയിലിംഗ് വാരിഡ് ഇമോഷൻസ് ആൻഡ് സെലിബ്രേറ്റിംഗ് ഡ്രീംസ് എക്കോയിങ് ഇൻ ദ സ്ട്രീറ്റ്. ഇത് പറയുന്നത് ഐ ഹിയർ ദ ആർട്ടിസൻസ് പ്ലേയിങ് ദർ ലൂട്ട്, expressing all kind of feelings through their art and celebrating their hopes and dreams. Their sounds echo through the streets. എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ സംഗീതത്തിലൂടെ അവരുടെ ഇമോഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തമായ ഇമോഷൻസ് നമുക്കതിലൂടെ അറിയാൻ പറ്റും. The carpenters celebrating, they create anything out of wood with mathematical precision. ഇവിടെ പ്രത്യേകം എടുത്ത് നോട്ട് ചെയ്യേണ്ട ഒരു സാധനം മാത്തമാറ്റിക്കൽ പ്രസിഷൻ ആണ്. ഓക്കെ, ഐ ഹിയർ ദ കാർപ്പൻറ്റേഴ്സ് ഫുൾ ഓഫ് പ്രൈഡ് ഇൻ ദിയർ വർക്ക്. ദേ ക്യാൻ മേക്ക് എനിത്തിങ് ഫ്രം വുഡ് വിത്ത് എക്സാക്ട് മെഷർമെന്റ്സ് ആൻഡ് ഗ്രേറ്റ് സ്കിൽ. അതായത് നമ്മുടെ ആശാരിമാർ എന്താണ്, വളരെ അവർ മോശക്കാരല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക, സ്പെസിഫിക് ആയിട്ട്, പിന്നെ മാത്തമാറ്റിക്കൽ പ്രൊസിഷൻ, അത്രയും ആക്യുറേറ്റ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവർ നല്ല സ്കില്ലുള്ള ആളുകളാണെന്നുള്ളതാണ് ഇവിടെ നമ്മുടെ കവി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരെയും ഒരു ജോബിനെയും നമുക്ക് കുറച്ച് കാണിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. പിന്നെ the electricians humming, they get ready for work with cables and wires to brighten our lives. സോ കവി വീണ്ടും അടുത്ത ഒരു ജോബിനെ പരിചയപ്പെടുത്തുകയാണ്, ഇലക്ട്രീഷ്യൻസ്. I hear the electricians humming, cheerfully humming, right? As they prepare for the day, they are doing some work and making some humming, working carefully with wires and cables to bring light and power into our lives. നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരാൻ വേണ്ടി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ആ ജോലി ചെയ്യുമ്പോൾ അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബ്രൈറ്റ്നസ് ഉണ്ടാവുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് കവി ഇവിടെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് the boatmen gathering their nets from the shore, sailing and singing while at work, return to tell the tales of life at sea. അതുപോലെ തന്നെ ബോട്ട്മാൻ, ഐ ഹിയർ ദ ബോട്ട്മാൻ അറ്റ് ദ ഷോർ. ഓക്കെ, അങ്ങ് കടൽ തീരത്ത് എനിക്ക് നമ്മുടെ ബോട്ട്മാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ മീനൊക്കെ പിടിക്കാൻ പോകുന്നവർ, ഒരു വഞ്ചിയിൽ പോകുന്ന ആളുകൾ, ബോട്ടിൽ പോകുന്ന ആളുകളുടെ അവരെ ഞാൻ കേൾക്കുന്നു. ഗ്യാദറിങ് ദെയർ ഫിഷിംഗ് നെറ്റ്സ്, അവരുടെ ഫിഷിംഗ് നെറ്റ്സ് ഒക്കെ ഗ്യാദർ ചെയ്തിട്ട് കളക്ട് ചെയ്ത്, സെയിലിംഗ് അക്രോസ് ദ വാട്ടർ, സിംഗിങ് ആസ് ദേ വർക്ക്, അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പാട്ട് പാടുകയാണ് എന്ന് കവി പറയുമ്പം എല്ലാവരും അവരുടെ വർക്കിൽ ഭയങ്കര ഹാപ്പിയാണ്, അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ജോലി ചെയ്യുന്നത് എന്ന് എടുത്ത് പ്രത്യേകം പറയാം. ആൻഡ് കമ്മിങ് ബാക്ക് വിത്ത് സ്റ്റോറീസ് ഓഫ് ഓൾ ദേ ഹാവ് സീൻ ഓൺ ദ സീ. പിന്നെ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരുപാട് കഥകളും പറയാനുണ്ടാവും. അവർ കടലിൽ സ്പെൻഡ് ചെയ്ത അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മറ്റുള്ളവരോട് പറയാനും ഉണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവർക്കുള്ളത്. അവർ വളരെ സന്തോഷവാന്മാരായിട്ടാണ് ബോട്ട്മാൻ, നമ്മളെ മീൻപിടുത്തക്കാർ എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത് എന്നാണ് കവി പറയുന്നത്. ഇനി നമ്മൾ ദ ഷൂ മേക്കേഴ്സ് അഫേമിങ് ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക് ഫോർ ദ ഫീറ്റ് ദാറ്റ് വോക്ക്, ഡാൻസ്, റൺ, ജംപ്, റിട്ടേൺ ഹോം. സോ കവി വീണ്ടും കേൾക്കുന്നു ആരെ? ഷൂ മേക്കേഴ്സിനെ. പ്രൗഡ്ലി സ്റ്റാൻഡിങ് ബൈ ദ ക്വാളിറ്റി ഓഫ് വാട്ട് ദേ മേക്ക്, ഷൂസ് ദാറ്റ് ക്യാരി പീപ്പിൾ ത്രൂ എവറി മൂവ്മെന്റ്സ് ഓഫ് ലൈഫ്, വാക്കിംഗ്, ഡാൻസിങ്, റണ്ണിങ്, ജമ്പിങ് ആൻഡ് കമ്മിങ് ഹോം. സോ നിങ്ങൾക്കറിയാം, ഇത്
ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഷൂ മേക്കേഴ്സ് വളരെ ക്വാളിറ്റിയിലാണ് അവരുടെ ഷൂ ഉണ്ടാക്കുന്നത്. എന്തിനൊക്കെ ആണ് നമ്മൾ ആ ഷൂ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഓരോ മൂവ്മെന്റിലും നമ്മൾ ആ ഷൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. വാക്കിംഗ്, ഡാൻസിങ്, റണ്ണിങ്, ജമ്പിങ് ആൻഡ് coming home, every situations that is always with us, you know. And delicious swinging of the cook or the rhythm of designer mason, each celebrating what belongs to them and to none else. Okay, I hear the cook, their work is like delicious music. I hear the designer and the mason too, each moving to their own rhythm, each proud of a skill that is uniquely and entirely their own. ഓരോ വ്യക്തികളും ഇതിലിപ്പോൾ എടുത്ത് പറയുന്ന കുക്കിനെ എടുത്ത് പറയുന്നു, ഡിസൈനർ, മെയ്സൺ, ഇവരെല്ലാവരും അവരുടെ ജോലി വളരെ മനോഹരമായിട്ട് സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അത് അവരുടെ ജോബ് തീർച്ചയായിട്ടും യുണീക്കാണ്, വ്യത്യസ്തമാണ് എന്ന് പറയുന്നു. ആൻഡ് ദ ലാസ്റ്റ് ആൻസർ, the voice of their vocation is the voice of their identity. I hear Bharat celebrating the varied voice I hear. The work a person does speaks for who they are. Their vocation is their identity and their voice. I hear India celebrating through all these voices, each one different from each one beautiful. So again, the dignity of labor ആണ്. എല്ലാ ജോബിനും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് പ്രത്യേകം എടുത്ത് കാണിക്കുന്ന ഒരു കവിതയാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ലിറ്റററി ഡിവൈസസിനെ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ അനഫോറ എന്ന് പറഞ്ഞാൽ ദ റെപ്പറ്റീഷൻ ഓഫ് എ വേർഡ് ഓർ എ ഫ്രേസ് ഓഫ് ദ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സക്സസീവ് ലൈൻസ് ഓർ ക്ലോസസ്. സോ ഈ കവിതയിൽ ഓരോ ലൈൻ തുടങ്ങുമ്പോഴും ഒരു വാക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതാണ് THE. ഓക്കെ, ദ ആർട്ടിസൺ, ദ കാർപ്പൻറ്റേഴ്സ്, ദ ഇലക്ട്രീഷ്യൻ, ദ ബോട്ട്മാൻ. ഓക്കെ, അപ്പോൾ അതാണ് അനഫോറ എന്ന് പറയുന്നത്. അടുത്തത് metaphor, a direct comparison between two unlike things without using like or as. So the delicious singing of the cook. The cook's work is compared to a singing. Cooking is not literally music, but the poem presents it as equally beautiful and rhythmic. Delicious blends to the senses of the taste and sound in a single vivid phrase. Woven with colors and myriad hues. The craftsperson's craft is compared to a piece of a woven cloth, okay, rich in color and variety. Personification, I hope you know, giving human qualities to a new non-human things. Like I hear Bharat celebrating. So India is personified as a living being. Bharat is celebrating. That can celebrate and be heard. Okay. The voice of their vocation. So vocation, a type of work, is given a voice as if it can speak on behalf of the person who practices. So ഇവിടെ ഭാരതും അതുപോലെ തന്നെ വൊക്കേഷനെയും എന്ത് ചെയ്തിട്ടുണ്ട്, പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട് കവി. പിന്നെ ഇമേജറി, തീർച്ചയായിട്ടും നമുക്ക് ഒരു പിക്ചർ, നമ്മൾ ആ ഒരു വരി വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിലൊരു ചിത്രം നമ്മുടെ മൈൻഡിലേക്ക് വരും. അതാണ് ഇമേജറി. ഇപ്പോൾ വൂവൺ വിത്ത് കളേഴ്സ് ആൻഡ് മിരിയാഡ് ഹ്യൂസ്, ഇവിടെ വിഷ്വൽ ഇമേജറി നമുക്ക് വരികയാണ്. ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ക്ലോത്തിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അലിട്രേഷൻ, the repetition of the same consonant sound in the beginning of nearby words, celebrating their craft, woven with colors, repetition of the sound okay, sailing and singing, repetition of the sound The first one is celebrating their craft with woven with colors. So the sound k, and here s. And next one, synthesia, a literary device where one sense is described using the language of another. So, and the repetition, like refrain, we say, I hear Bharat celebrating the varied vocation I hear. ഇത് രണ്ട് തവണ ഒരേ വരി റിപ്പീറ്റ് ചെയ്യുന്നതാണ് repetition അല്ലെങ്കിൽ refrain എന്ന് പറയുന്നത്.
Okay. So that's all about today's lesson. So thank you very much for watching, and do follow. I will upload more videos if you really follow and like this kind of content on my YouTube channel, and kindly share to your friends as well. Thank you.